നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് ഇനി കഷ്ടിച്ച് 10 ദിവസം അല്ലേ? അതെ, 10 ദിവസം. അപ്പോ നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നിലമ്പൂരിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രധാന കാര്യങ്ങൾ? നമുക്കൊന്ന് നോക്കിയാലോ? ശരിയാണ്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിലെ ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കുറച്ച് ചൂട് പിടിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. കാരണം ഒരു വശത്ത് ഈ ഓൺലൈൻ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈയിടെയുണ്ടായ ഒരു ദാരുണ സംഭവം. അതെ. അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കളൊക്കെ പ്രചാരണത്തിനെത്തുന്നു. അപ്പം മൊത്തത്തിലൊരു ഇലക്ഷൻ ഫീല് വന്നിട്ടുണ്ട്. ശരിയാണ്. ആ ദാരുണ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വഴിക്കടവിൽ വെച്ച് ഒരു 15 വയസ്സുള്ള കുട്ടിയല്ലേ? അതെ, 15 വയസ്സുകാരൻ പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. അത് വലിയ രീതിയിലുള്ള ചലനങ്ങളുണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി. അതിന് പിന്നാലെ തന്നെ UDF, അതായത് പ്രധാനമായും കോൺഗ്രസും മുസ്ലിം ലീഗും, അവരെ പ്രവർത്തകരെ റോഡ് ഉപരോധിച്ചു. വലിയ പ്രതിഷേധമൊക്കെയുണ്ടായി. ശരി. ആ പ്രതിഷേധം പിന്നെ കുറച്ചുകൂടി ഗൗരവമായി മാറി. കാരണം ഈ കുട്ടിയുടെ മരണത്തിൽ സർക്കാരും KACBയും ഉത്തരവാദിത്തം പറയണമെന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. കാരണം അതൊരു അനധികൃത കെണിയായിരുന്നു എന്നൊരു ആരോപണം വന്നു. അതിന് KACB ഒത്താശ ചെയ്തു എന്നും പിന്നെ UDF സ്ഥാനാർത്ഥി ആരേടൻ ഷൗക്കത്ത് കുറച്ചുകൂടി കടന്ന് ഇതൊരു സർക്കാർ സ്പോൺസർ ചെയ്ത കൊലപാതകമാണെന്ന് വരെ പറഞ്ഞു. ഓഹോ, അത്ര വരെ പോയോ? അതെ. ആ സമയത്ത് CPM നേതാവ് A. വിജയരാഘവൻ അതുവഴി വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം പ്രതിഷേധക്കാർ തടയുകയുമുണ്ടായി. അത് സ്ഥിതി കുറച്ചുകൂടി വഷളാക്കി. ഇതിനിടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M. സ്വരാജ് അവിടെ എത്തിയിരുന്നു അല്ലേ? എത്തിയിരുന്നു. സ്വരാജ് സംഭവസ്ഥലത്ത് വന്നു. ആ ഫെൻസിംഗ് അനധികൃതമാണോ എന്നൊക്കെ അന്വേഷിക്കണം, കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഇമോഷണൽ വിഷയം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എത്രത്തോളം ഒരു രാഷ്ട്രീയ വിഷയമായി ആളിക്കത്തും എന്നാണ് ഇനി നോക്കേണ്ടത്? തീർച്ചയായും. അത്തരം വൈകാരിക വിഷയങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഒരു സ്വാധീനമുണ്ടാവാറുണ്ടല്ലേ? അതെ. ഇനി നമുക്ക് പ്രചാരണ രംഗത്തേക്ക് വരാം. അവിടെയും കാര്യങ്ങൾ വളരെ സജീവമാണ്. LDFനു വേണ്ടി സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇറങ്ങുന്നു. മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നോ? അതെ. ജൂൺ 13, 14, 15 തീയതികളിൽ M. സ്വരാജിനു വേണ്ടി നിലമ്പൂരിൽ പ്രചാരണത്തിനുണ്ടാവും. നിയമസഭ സ്വരാജിനെ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതായി നമ്മൾ കണ്ടു. അത് സ്വരാജിന്റെ ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗം കൂടിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. അത് ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണേണ്ടതുണ്ടോ? അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം? ഉണ്ട്, ഉറപ്പോയുമുണ്ട്. കാരണം ഭരണത്തുടർച്ച കിട്ടിയ ശേഷം നടക്കുന്ന ഒരു പ്രധാന ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം, അതായത് LDF നിലമ്പൂരിൽ ജയിച്ചാൽ അത് അവരുടെ ജനപിന്തുണ ഇപ്പോഴും ശക്തമാണ് എന്നൊരു സന്ദേശം നൽകും. ശരി. ഈ വിജയം ഒരുപക്ഷെ UDFന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ LDFന് ഇതൊരു വലിയ ഊർജം നൽകുമെന്നും ഒക്കെ ചില വിലയിരുത്തലുകൾ നമ്മുടെ സ്രോതസ്സുകളിൽ കാണുന്നുണ്ട്. പക്ഷേ അതൊരു ഒറ്റ ഉപതെരഞ്ഞെടുപ്പ് ഫലം വെച്ചിട്ട് 2026 കുറിച്ച് പറയുന്നത് കുറിച്ച് കടന്ന കൈയല്ലേ? ഇവിടെ പ്രാദേശിക വിഷയങ്ങൾ, സ്ഥാനാർത്ഥി, ഇതിനൊക്കെയല്ലേ കൂടുതൽ പ്രാധാന്യം? തീർച്ചയായും. പ്രാദേശിക ഘടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ മൊമെന്റം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു ആക്കം, ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം, അത് എതിരാളികളിൽ ഉണ്ടാക്കുന്ന ഒരു മനോവീര്യ തകർച്ച, അതൊന്നും ചെറുതല്ല. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണിക്ക് ഒരു വിജയം കിട്ടുമ്പോൾ അത് അവരുടെ നയങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. അതാണ് 2026 ഇതിനെ ബന്ധിപ്പിച്ച് ചിലർ സംസാരിക്കുന്നതിന്റെ ഒരു കാരണം. ശരി. അപ്പൊ UDF ക്യാമ്പിലോ? അവിടെ ആരൊക്കെയാണ് പ്രധാനമായും എത്തുന്നത്? UDF ക്യാമ്പിലും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ദേശീയ ശ്രദ്ധ വരുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി വരുന്നു? അതെ. ജൂൺ 14 നിലമ്പൂരിലെത്തും. ഒരു പൊതുസമ്മേളനവും പിന്നെ റോഡ് ഷോയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കിട്ടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. കിട്ടുന്നുണ്ട്. അതേസമയം NDA ക്യാമ്പും ഒട്ടും പിന്നിലല്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അദ്ദേഹം ബലിപെരുന്നാൾ ദിവസം ഉപ്പടയിലുള്ള ഒരു സുന്നി മസ്ജിദ് സന്ദർശിച്ചത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അത് വാർത്തയായിരുന്നു. അതെ. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും കൂടെയുണ്ടായിരുന്നു. ഇതൊരു ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ശരി. പ്രചാരണം എന്തായാലും കൊഴുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ വിവരങ്ങളൊക്കെ ലോകം മുഴുവനുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ
കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്നൊരു വെബ്സൈറ്റും ബ്ലോഗുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഒരു വിവരം കിട്ടി. അതും നമ്മൾ അറിഞ്ഞു. അതോടൊപ്പം വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട റാൻഡമൈസേഷനും ഉടനെ നടക്കും. സാങ്കേതിക കാര്യങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ മത്സരം ശരിക്കും കടുത്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ആ ദാരുണ സംഭവമുണ്ടാക്കിയ രാഷ്ട്രീയ ഓളങ്ങൾ, മറുഭാഗത്ത് ദേശീയ നേതാക്കൾ വരെയുള്ളവരുടെ പ്രചാരണം. ഇരുമുന്നണികൾക്കും ഇതൊരു അഭിമാന പോരാട്ടമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും LDFന് ഈ വിജയം നേരത്തെ പറഞ്ഞ പോലെ 2026ലേക്കുള്ള ഒരു സൂചനയായി പോലും ചിലരെങ്കിലും കാണുന്നു. ശരിയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി വരുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വിശകലനം നമുക്കിവിടെ നിർത്താം. ശരി. ഒരു കാര്യം കൂടി, ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലത്തെ വൈകാരിക സംഭവങ്ങൾ, പിന്നെ ദേശീയ നേതാക്കളുടെ വരവ്, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം, ഇതൊക്കെ എത്രത്തോളം വോട്ടർമാരുടെ ആ ഒരു തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? ഇതൊന്നും നിങ്ങൾക്കും ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണ്.